പവിത്ര. സുഹൃതേ കലാസ്നേഹികളെ, ഈ ചലച്ചിത്രത്തെ പറ്റി ഞാൻ മുൻവിധികളോടെ ഒന്നും പറയുന്നില്ല. സിനിമ കണ്ടതിന് ശേഷം നിങ്ങൾ തന്നെ വിധി പറയൂ. ഒരു ഓണം കയറാൻ മൂലയിൽ ഒരൊറ്റ ഗ്രാമം കാണിച്ചാണ് സിനിമയുടെ തുടക്കം. ആ നാട്ടിലെ വാത്തിയാരാണ് ഈ സാധനം. ഇദ്ദേഹത്തെ നോക്കി വെച്ചോ. ശേഷം കഴക്കൂട്ടത്ത് പറയെടുക്കാൻ പോയി വന്ന വഴിതെറ്റി പിണങ്ങിയ ഒരു ആനയുടെ പല്ല് പറിച്ചെടുക്കാൻ നോക്കുന്ന കുറച്ച് ആനപ്രേമികളെ തൃശൂർ ഗഡികളെ നമ്മൾ കാണുന്നു. പാവ ആന തെച്ചിക്കോട്ട് രാമേന്ദ്രനാണെന്നും പറഞ്ഞ് കാണാൻ കൂടിയതായിരിക്കും അവന്മാര്. എന്നിട്ട് ഒരു തലയെടുപ്പല്ല ഗഡി. അപ്പോഴാണ് അതുവഴി ഡ്യൂട്ടി കഴിഞ്ഞ് കാട്ടിലെ ചിന്ന വീട്ടിലേക്ക് പോകുന്ന വാത്തിയാരെ കാണുന്നത്. വാത്തിയാര് നോക്കുമ്പോ ആനയെ ബലാത്സംഗം ചെയ്ത് നോക്കുന്ന 5 പേര്. തിണ്ണമെടുക്ക് കാണിക്കുന്ന അരിക്കൊമ്പൻ അല്ലാത്തത് കൊണ്ട് പാവം മിണ്ടാതെ നിൽക്കും. അപ്പൊ അത് അവിടേക്ക് ഒരുത്തൻ മോനെ ഞാൻ രക്ഷിക്കാം മോനെ, ഞാൻ ഉണ്ടല്ലോ മോനെ എന്നും പറഞ്ഞു ചാടി വീഴണ്. കേട്ടറിവിനേക്കാൾ വലുതാണ് മുരുകൻ എന്ന സത്യം. നരഭോജികളായ വരയമ്പുലികൾക്ക് അന്തകനാകാൻ അവതാരമെടുത്തവനാണ് മുരുകൻ. എപ്പ ഈ ചെറുക്ക ആനരെ മോളി കയറിയത്? പുലിമുരുകനിലെ ലാലേട്ടന്റെ കുഞ്ഞുനാൾ അഭിനയിച്ച പയ്യനെയൊക്കെ ആർക്കട ഇഷ്ടപ്പെടാത്തത്? അവന്റെ കഴിവിൽ ഇംപ്രസ് ആയ വാത്തിയാര് തന്തയും തള്ളയില്ലാത്ത അവനെ അങ്ങ് തെറ്റെടുക്കാൻ തീരുമാനിക്കും. അവനെ സ്കൂളിൽ ചേർത്ത് പഠിപ്പിക്കും. സോ അങ്ങനെ ഇരിക്കെ ഒരു ദിവസം തൊട്ടടുത്ത കവലയിൽ ബ്യൂട്ടി പാർലർ നടത്തുന്ന ചേച്ചി പാർട്ട് ടൈം ജോബായിട്ട് ഇവിടെ വന്ന് ഇടയ്ക്കിടയ്ക്ക് ആയിട്ടും അഭിനയിക്കും. ചെറുക്കൻ അവരെ കണ്ടപ്പോ ഒരു അമ്മ പാസം ഫുൾ മേക്കപ്പ് ഇട്ട് കഞ്ഞി വിളമ്പണ അവരെ കണ്ടപ്പോ അവൻ കയറി അമ്മയെന്ന് വിളിക്കും. പായസം പാസം. ബട്ട് ഒരു ഡേ ഒരു 9 മണി സമയത്ത് ഒരു നാഴി അരിയിടാൻ പറഞ്ഞപ്പോ ഒരു ഇടങ്ങറ പറ അരിവാരി അണ്ടാവി തട്ടി ഈ മൊണ്ണ പെണ്ണുമ്പുള്ളേന അവിടുത്തെ മാനേജർ ഒരെണ്ണം പൊട്ടിക്കും. സന്തൂർ മമ്മിയെ തല്ലി തെറിഞ്ഞ നമ്മുടെ നായകന്റെ കുട്ടിക്കാലം. എന്താ മനെ നീ എന്റെ അമ്മയെ തല്ലിയ മനെ എന്നും പറഞ്ഞു ഓടി വന്ന് സ്റ്റീല് പാത്രത്തിന് മറ്റവന്റെ തലയിൽ വളയിടും. ഇതും കൂടി ആയത് നമ്മുടെ വാത്തിയർക്ക് ഇവനെ അങ്ങ് ബോധിക്കും. ഊരും പേരും നാടും വീടും ഇല്ലാത്ത അവൻ ഇത് എത്തരത്ത് അങ്ങേര് അവനൊരു പേരും അങ്ങ് ഇട്ട് കൊടുക്കും. ഈ വലിയ മനുഷ്യണ്ടല്ലേ ഇത്തേറ്റ പേരാണ് മാണിക്. അതിന്റെ ഇടയിൽ നമ്മുടെ വാത്തിയരുടെ നല്ല അധ്യാപനം കാരണം ഉത്തമ അധ്യാപനമുള്ള നാഷണൽ ഉമ്പിത്തര അവാർഡ് കിട്ടും. അത് കൊടുക്കാനായിട്ട് നേരിട്ട് വന്നതു എന്നിട്ടൊരു ഘോര വനത്തിനകത്ത് 4 ബ്ലാക്ക് ഹെഡ്സിനെ 4 ദിക്കിൽ നിർത്തി ഞാൻ കാട്ടിലൊക്കെ വിട്ടുകൊണ്ട് പോകണം. എന്തിനാണോ എന്തോ അവരുടെ പാർട്ടിയുടെ നോർത്ത് ഘടകത്തിലേക്ക് വിസിൽ ചിഹ്നത്തിൽ മത്സരിക്കാൻ ഒരു സ്ഥാനാർത്ഥിയെ ആവശ്യമുണ്ട്. അമ്മ അക്ക തങ്കൈകൾ எல்லாருக்குமே என் சைடுல இருந்து ஒரு சின்ன ரிக்வெஸ்ட். எனக்காக உங்க வீட்டு வாசல்ல விசில் சின்னத்தை கோலமா போடுங்க. അങ്ങനെ ആ സ്ഥലത്തേക്ക് ക്ഷണിക്കാനാണ് ഇദ്ദേഹം എത്തിയത്. പിന്നെ വിസിൽ ചിഹ്നത്തിലൊക്കെ മത്സരിക്കാൻ ഒരു ക്ഷണം കിട്ടി ആരെങ്കിലും പോവാതിരിക്കോ? അപ്പൊ തന്നെ അദ്ദേഹം അതങ്ങ് അക്സെപ്റ്റ് ചെയ്യും. എന്നിട്ട് ചെറുക്കനോട് പോയി പറയടാ മോനെ ഞാൻ പോണ്ട, നീ വീണ്ടും അനാഥനായി. ഈ പുറകെ കാണുന്ന പുഴ ഉണ്ടോ? അതെന്റെ അമ്മയാ. അപ്പൊ ആ ഫ്രണ്ടിൽ കൂടെ വരുന്ന കനാലോ? അത് നിന്റെ അച്ഛൻ. എന്നെ കനാലിച്ച് ചോദിച്ചോളോ എന്നെ കാണാൻ നേരത്ത്. ശരിക്കും ഈ പടം വിജയുടെ പള്ള് എന്ന സിനിമയുടെ റീമേക്ക് ആണ്. പള്ള് ഇൻ ദ സെൻസ് ഐ മീൻ തെറി. നമുക്ക് മലയാളത്തിൽ തെറിയല്ലോ, നമുക്ക് പള്ളാണല്ലോ. കാലങ്ങൾ കടന്നുപോയി യാമങ്ങൾ എഴിഞ്ഞുപോയി ഇങ്ങേര് മുഖ്യമന്ത്രിയാകുന്നു. എന്നിട്ടൊരു പ്രമുഖ കല്യാണത്തിന് വരുന്നു, വെടികൊണ്ട് പൊത്തയാകുന്നു. ഇദ്ദേഹമാണല്ലോ മുഖ്യമന്ത്രി. അങ്ങേര് ഹോസ്പിറ്റലാകുമ്പോ അങ്ങേർക്ക് പകരം വേറൊരു താൽക്കാലിക മുഖ്യമന്ത്രിയാകും. ഗതികെട്ടവനെ ഉപ്പിലിട്ട ഉപ്പ് പോലും മതിരിക്കും എന്നാണല്ലോ. ആ പാവപ്പെട്ട മനുഷ്യൻ സ്വിച്ച് ഓഫ് ആകും. ബൈ ബൈ ടാറ്റ ഗുഡ് ബൈ. സുഗസിനി സിനിമയിലെ വില്ലൻ പാർത്ഥിബനാണ്. Money makes power. Power manipulates everything. I'm so rich. അട്ട വില്ലനിസം കാണിക്കുന്ന ഒരു കുമ്മന ഷാജിയാണ് ഇദ്ദേഹം. മുഖ്യമന്ത്രിയെ കൊല്ലാൻ ശ്രമിച്ചതും തൽക്കാലം മുഖ്യമന്ത്രിയെ കൊന്നതും ഇദ്ദേഹത്തിന്റെ കളിയാണ്. എന്നിട്ട് ചത്ത മന്ത്രിയുടെ മോന്റെ മുഖത്ത് നോക്കി എന്നെ പോലുള്ള നീചന്മാരോട് പൊരുതി നിൽക്കാൻ പറ്റില്ല സക്കീർ ഭായി. നിങ്ങൾക്ക് എന്താ പറ്റും? കൂട്ടിക്കൊടുക്കാൻ പറ്റുമോ സക്കീർ ഭായിക്ക്? കൂടെ നിൽക്കുന്നവന്റെ കുതികാല് കൊത്താൻ പറ്റുമോ സക്കീർ അലിക്ക്? അയ്യോ ഇത്രയും വൃത്തികെട്ടവൻ ഇവിടെ ജോലി എനിക്ക് വയ്യേ. എന്താന്ന് വെച്ചാൽ ചെയ്തു, എനിക്കൊരു പരാതിയില്ല. നീ എന്നെ അടുത്ത തൽക്കാലം മുഖ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞ് അങ്ങേര് കയറി മുഖ്യമന്ത്രി അങ്ങാകും ഗൈസ്. India is my country and all Indians are my brothers and sisters. സോ ഇത് നമ്മുടെ പാർത്ഥിബന്റെ മകൻ തികഞ്ഞ ഗാന്ധിയൻ. അവനാണെങ്കിൽ അച്ഛൻ മുഖ്യമന്ത്രിയായ സന്തോഷം ചിക്കുകളുമായിട്ട് നാട്ടിൽ ആഘോഷിച്ചിട്ട് അങ്ങോട്ട് എത്തണലാണ്. കുറച്ചുകൂടെ കടിപ്പിക്കാൻ ഉൾക്കാട്ടി വന്ന് 2 ബാങ്ക് അടിച്ചാലേ സെറ്റ് ആവുള്ളൂ. അപ്പൊ തന്നെ അടുത്ത സുബഹിയുടെ ബാങ്കിന് മുന്നേ അവൻ നേരെ കാട്ടിൽ വരും. ഇവിടെ വന്നപ്പോഴാണ് കാര്യങ്ങളൊക്കെ അറിയണം. തെലങ്കാന മൊത്തം വിതരണം ചെയ്യുന്ന കഞ്ചാവ് 500 ടണ്ണ് മൊത്തത്തിൽ കണ്ടെയ്നറോട് കൂടി പോലീസുകാരി പൊക്കി സ്റ്റേഷനിൽ വെച്ചേക്കണെന്ന് അറിഞ്ഞ് അവൻ നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് കയറി ചെല്ലുകയാണ്. അവിടെയാണെങ്കിൽ സിയയുടെ ഭാര്യ തലേ ദിവസം കൊടമ്പുളി ഇട്ട് വെച്ച മീൻകറി, നല്ല വടിച്ച പഴഞ്ഞി ചോറും ഇച്ചിരി അച്ചാറും
ആവശ്യമായിട്ട് CSRന് ചോറ് വാരി കൊടുക്കാൻ സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്. അവിടെ ഒരു കുടുംബസ്നേഹം നടക്കുന്ന സമയത്താണ് ഈ വണ്ടിയും തിരിച്ചറിയാത്തവനൊക്കെ വന്ന് കയറി ചോറ്റ് മാത്രം ടേബിളോടെ പൊക്കി എറിയണത്. എന്നിട്ട് എവറ എന്റെ കഞ്ചാവറാന്ന് പറഞ്ഞ അവിടെ കിടന്ന് ആകെ അലമ്പ്. പൊരിച്ച മീൻ പോയ വശമത്തിൽ തറയിൽ കിടന്ന് കരണ സിഐക്ക് കട്ടടാർക്ക്. വില്ലന്മാർ അങ്ങനെ ഒറ്റ മിനിറ്റോട് ഷേക്സ്പിയർ ത്രിപാഠിയാക്കും. എന്നിട്ട് അതുകൊണ്ട് നിർത്തും. അവന്റെ മുമ്പ് വെച്ചെന്നെ ഭാര്യയെ ബഹിഷ്കരിക്കാൻ നോക്കും. സോ ഈ അരോചകം ഇവിടെ നടക്കുമ്പോൾ കണ്ണിപ്പെടാതെ മാറി നിന്ന് അവിടുത്തെ ഒരു PC ഫോൺ എടുത്ത് നമ്മുടെ നായകനെ വിളിക്കുകയാണ്. മാനം പോകുന്ന സ്ത്രീ, മാനം ഓൾറെഡി പോയ ഭർത്താവ്, കണ്ട് പേടിച്ചു നിൽക്കുന്ന കുട്ടി, നിസ്സഹാരായ പോലീസുകാർ, നിയമം നോക്കുകുത്തി, ചെകുത്താൻ തലപൊക്കി. ഒരു നായകന് വേണ്ട ബെസ്റ്റ് എൻട്രിക്കുള്ള സമയം. യെസ് ഗൈസ്, ദ ഓൾ ഇൻ വൺ അണ്ടർ എ റൂഫ് കോപ്പ്. ടെററിന്റെ അറ്റത്ത് തൂങ്ങിക്കിടക്കുന്നവൻ, പവർ സ്റ്റാർ ബ്രോ ഈസ് ഹോംലാൻഡർ ഓഫ് തെലുങ്കു സിനിമ. നമ്മുടെ നാച്ചുറലി സ്റ്റുപ്പിഡ് സ്റ്റാറിന്റെ മാരക ഇൻട്രോ. ഇയാളെ ജീപ്പിന്റെ മോളിൽ കയറി എന്നാണ് വണ്ടി ഓടിക്കുന്നത്. ഞാൻ അവിടെ എത്തി എന്നറിയാൻ വന്നപ്പോ തന്നെ ഒരു കമ്പി അടിക്കും. ആ കമ്പി പൊത്ത് കയറി ഒരുത്തൻ ചാവും. പിന്നൊരു വിയേർഡ് എൻട്രിയാണ്. ഒരു കൺഫ്യൂസിങ് കോസ്റ്റ്യൂം അണിഞ്ഞ് അദ്ദേഹം അങ്ങ് വരും. കൗബോയ് ഹാറ്റ്, വായിൽ ടൂത്ത് പിക്ക്, കയ്യിൽ ചൂണ്ട, കാലിൽ ലാടം. ഇതാണ് ചോര ജയിച്ച ഊർമി. വെല്ലുവിളികളാകാം, പക്ഷെ നിന്നേക്കാൾ 4-5 കൂടുതലുള്ളതാണത്. വന്ന പതി തലങ്ങും വിലങ്ങും 12 പേരെ അടിച്ചിട്ട് പിന്നെ ഭയങ്കര സ്റ്റൈലാണ് അവിടെ കിടന്നത്. ഭയങ്കര പോസ് എന്നടേ. അങ്ങനെ കാട്ടിലെ കൂട്ടങ്ങളുടെ കുടുംബ വഴക്ക് തീർക്കാൻ പോരുന്ന നായകൻ തിരിച്ചു വന്ന് സ്റ്റേഷനിൽ കയറിയ വില്ലന്മാരെ അടിച്ച് മൊണാൾട്ടായിട്ട് ഇങ്ങനെ മാസ് കാണിച്ച് നിൽക്കും. അതിനിടയിൽ കഥയ്ക്കൊത്തിരി മസാല കൂടാൻ റാഷിദ് ഖാനെ നേരെ കൊണ്ട് ഇറക്കുകയാണ്. റാഷിദ് ഖാൻ ഒരു ബ്രേക്കപ്പ് എല്ലാം കഴിഞ്ഞ് ഒന്ന് സമാധാനിക്കാനായി ഈ കാട്ടിലേക്ക് വരികയാണ്. സുന്ദരിയായ റാഷിദ് ഖാനയുടെ ജീവന്റെയും ദേഹത്തിന്റെയും ഉത്തരവാദിത്വം കാട്ടിലെ കൂട്ടുകാരനായ നമ്മുടെ പവർ സ്റ്റാർ ഏറ്റെടുക്കുകയാണ്. ബോയ് ഫ്രണ്ട് തേച്ചേന് ഡിപ്രഷൻ മാറാൻ വനത്തിനകത്ത് അവക്കടെ കാമുകനെ പെട്ടെന്നൊരു ദിവസം ഗേ ആയെന്ന്. പ്രേമലച്ചാതിയൊന്നും എന്തായാലും നരഭൂജികളായ കടുവുകളൊന്നും ചെയ്യൂലല്ലോ. നായകൻ വന്നു, നായിക വന്നു, ഫൈറ്റ് വന്നു, ഡാൻസ് മാത്രം വന്നില്ല. ഇനി നമ്മുടെ പവർ സ്റ്റാറിന്റെ വക ഇതാ ഒരു നിർബന്ധിത ഡാൻസ്. അയ്യേ, ഒരു 10-25 കൊല്ലം കഴിയുമ്പോ അവിടുത്തെ ദൈവം ആവാനുള്ള ആളാണ്. അമ്പലത്തിൽ ഇതേപോലെ പോസ്റ്റിൽ ഇങ്ങനെ ഒരു വിഗ്രഹം ഉണ്ടാക്കി വെച്ച് ഇതേ മുഖച്ചായാലും ഒരു മോന്തയും വെച്ച് ഇങ്ങനെ അവരെ ആരാധിക്കും. അങ്ങനെ ഇരിക്കും നമ്മുടെ പാർത്ഥിബന്റെ മകനെ കാണാനില്ലല്ലോ. പുള്ളിക്കാരൻ നമ്മുടെ AKA പവർ കട്ട് സ്റ്റാർ അടിച്ചു തൂക്കി എവിടെയോ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചേക്കുവാണ്. ഈ വിവരം നമ്മുടെ പാർത്ഥിബൻ അറിയുകയാണ്. അപ്പൊ തന്നെ അങ്ങനെ റെഡിറ്റ് അയൽക്കൂട്ടത്തിൽ വിളിച്ച് കുറച്ച് ഫ്രഷ് തീവ്രവാദികളെ അങ്ങ് ഇറക്കുകയാണ്. സൈഡ് വില്ലൻ തീവ്രവാദിയും വന്നല്ലോ. അതുകൊണ്ട് തന്നെ പവർ സ്റ്റാർ പവർ കട്ട് പവൻ കല്യാണിന്റെ ഇനി ഒരു ഡാൻസ് ആകാമെന്ന് പറഞ്ഞ് ഒരു കുത്തുപാട്ടിന് 5 സ്റ്റെപ്പ്. പാട്ട് കഴിഞ്ഞ റാഷിഖിനെ ചിറ്റയുടെ വീട്ടിലെ കല്യാണത്തിന് പോകാൻ ചുവന്ന ഗൗണും അർമാനി എക്സ്ചേഞ്ചിന്റെ പെർഫ്യൂം അടിച്ച് കാട്ടിന്റെ ഒത്തു നടക്കുമെന്ന് നിന്ന് സങ്കടം പറയും. അമുഖൻ ഗേ ആയി പോയത് അവളുടെ കുറ്റമല്ലല്ലോ. വിവരങ്ങൾ അറിഞ്ഞ നമ്മുടെ ഉസ്താദ് ഉപ്പേരി സിംഗ് അവളെ കരയിപ്പിക്കാതെ അങ്ങ് മോട്ടിവേറ്റ് ചെയ്യും. വീണ്ടും തോറ്റുപോകാം, ഒരുപാട് വട്ടം തോറ്റുപോകാം, പക്ഷെ ഒരിക്കലും കീഴടങ്ങില്ലേ, തോറ്റുപോകല്ലേ, മുന്നോട്ട് തന്നെ പോവുക. നിനക്ക് എത്തിപ്പെടാൻ പറ്റുന്ന അത്രയും നീ പോവുക. നിന്നെ മാനസികമായി തളർത്താൻ കുറെ അവർക്കാർക്ക് നീ ചെവി കൊടുക്കാൻ നിന്റെ ലക്ഷ്യത്തിലെത്താൻ നീ ശ്രമിക്കുക. ഇജാദി ഇന്റർനാഷണൽ മോട്ടിവേഷൻ കേട്ട് അവൾക്ക് അവനോടങ്ങ് പ്രേമമാകും. ബട്ട് അപ്പോഴാണ് അത് സംഭവിക്കുന്നത്. ഗൈസ്, റാഷിഖിനെ കാട്ടിക്കേറി വില്ലന്മാരെ തട്ടിക്കൊണ്ടുപോകും. ഈ വിവരം ഉസ്താദ് ഉപ്പേരി സിംഗ് അറിയുമെങ്കിൽ അവളെ എവിടെയാണെങ്കിലും ഞാൻ പോയി കൊണ്ടുവരും അണ്ണാന്ന് പറഞ്ഞ് തന്തയ്ക്കും തിളക്കും തന്റെ കട്ടളെ കൊടുത്തു പോയി വില്ലന്മാരെ വായിച്ചെന്ന് കയറി അങ്ങേരെ തട്ടിക്കൊണ്ടുപോകും. എന്നാ പിന്നെ ആദ്യമേ ഈ മരത്തിനെ തട്ടിക്കൊണ്ടുപോയാ പോരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോജിക്കലി അത് കറക്റ്റ് ആണെങ്കിലും ഇല്ലോജിക്കലി അത് ശരിയല്ലല്ലോ. എന്തായാലും ഈ പഴുക്കാനിരിക്കുന്ന കൊലയുടെ മോന്ത കാണണമെന്ന് നമ്മുടെ തീവ്രവാദി തലവന്റെ ഒരു ആഗ്രഹം. ട്രൈബിലെ മൂത്ത ആളെന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ആഗ്രഹം ഇവരങ്ങ് സാധിച്ചു കൊടുക്കും. അങ്ങ് തൂങ്ങി ചത്താല ഞാൻ. എടാ അങ്ങേരെ വീഡിയോ കോൾ കണ്ട് പേടിച്ച് നിങ്ങൾ എന്തിനാ വെള്ളോട്ട് ഇറങ്ങി ഓടണ? ഇത്തവണ മാസ് ഇത് മാസാണ്. നോട്ടീസ് പീരീഡ് ഇല്ലാതെ ഇങ്ങനെ സിനിമയിൽ നിന്ന് പിരിച്ചിവിടെ അവിടെ ആളില്ലാത്തോണ്ട് ശൗചാലയത്തിൽ ഇരുന്ന് കാണിക്കേണ്ട എക്സ്പ്രഷൻ ഒക്കെ ഇവിടെ വന്നിരുന്ന് കാണിക്കണം. എന്തിന്? ഇങ്ങനെ ഭാവങ്ങൾക്കെല്ലാം ഓരോ പ്രത്യേക പേരുണ്ട്. ഇത് സുഷി മുഖം, ഇത് സുന്നത്ത് മുഖം. ആ പ്രിയദർശൻ മോഹൻലാലിന്റെ അച്ഛനാകെ ആളെ തേടുന്നുണ്ട്. നല്ലോണം ഒന്ന് കുളിച്ചിട്ട് ചെന്ന് അപ്പൊ തന്നെ പിടിച്ച് കാസ്റ്റ് ചെയ്യും. സോ ഗൈസ്, ഇദ്ദേഹത്തിന് ഒരു കൊടൂര ഫ്ലാഷ് ബാക്ക് ഉണ്ട്. മാത്രമല്ല വില്ലന്മാരെ കൂടെ നിന്നത് ഇദ്ദേഹമില്ലേ, ഇദ്ദേഹം വില്ലന്റെ ആളല്ല, അദ്ദേഹം ഒരു രഹസ്യ അണ്ണനായിരുന്നു. യെസ്, എ സീക്രട്ട് ഏജന്റ്. ശേഷം പിന്നെ നമ്മുടെ രഹസ്യ ഏജന്റ് അങ്ങേരെ കസേരയെ പിടിച്ചിരുത്തി ഒരു ചൂട് ചായ ഇട്ട്
ചായ ഇത് എവിടെ നിന്നത്? പിന്നെ ഒരു 2 മിനിറ്റ് നിലം തൊടാതെ അദ്ദേഹത്തെ എടുത്തങ്ങ് ഏറി നിർത്തും. BGM. വീണ്ടും BGM. ശേഷം പാവങ്കാരു BGM ഒക്കെ ഇട്ട് വായ്ക്കകത്ത് പൈൽസ് വന്നപ്പോഴത്തെ എക്സ്പ്രഷൻ വിട്ടിരുന്നിട്ട് ടേബിളിന്റെ അടിയിൽ നിന്ന് കുറച്ച് ഗണ്ണെടുത്ത് ആകാശത്തോട്ട് വെടിവെക്കും. എന്നിട്ട് അവിടെ ഒരു സുരലോക അപരാധം കാഴ്ചവെക്കും. എന്തുകൊണ്ടാണ് അവർ 2000 പേര് വെടിവെക്കുമ്പോ ഒരു ഉണ്ടെങ്കിലും അടുത്തൂടെ പോണ്ടേ? ഉണ്ട മോളോട്ടോ അണ്ടി താഴോട്ടോ എന്നാണല്ലോ ഇവരെയൊക്കെ പ്രണാമം. ആന്ധ്രാണ് മെറ്റൽ ഡിറ്റക്ടറാ കയ്യിലിരിക്കുന്നത്. അയൽവക്കത്തിന്റെ ഗണ്ണ്. ഇനി വീണ്ടും ശരിക്കുള്ള ഫ്ലാഷ് ബാക്ക് കാണിക്കണേ. എന്താണ് ഗാരുവിന് ഇവര് പേടിക്കാനുള്ള കാരണം? ഒരു വൈഷ്ണവ ക്ഷേത്രത്തിൽ കയറി സ്വാഭാവിക അലമ്പുണ്ടാക്കാൻ ഇവിടെ പാർത്ഥിപൻ പണ്ട് കുറച്ച് ഗുണ്ടകളെ വിടുന്നു. ഗുണ്ടകൾ വന്ന് അവിടെ സാത്വികരായ തൈൽ സാധുവും സാമ്പാർ കുളുമ്പും കഴിച്ചു കിടക്കുന്ന വയസ്സായ ബ്രാഹ്മണന്മാരെ തല്ലുന്നു. എടാ ബ്രാഹ്മണ ശാപം കിട്ടോടാ ബോഷടിക്ക്. ബ്രഹ്മശാപം ബസ് സ്റ്റാൻഡിൽ നിന്ന് കിട്ടിയ പോലും ബന്ധം തീരില്ലെന്നാണ്. അങ്ങനെ ആ വില്ലന്മാര് വൈഷ്ണവരെ തലയിൽ ലാടം വെച്ചൊക്കെ അടിക്കും. അപ്പൊ അവിടെ ഒരു അപ്പാപ്പനെ നേരെ എടുത്ത് ചെവര് ചേർത്ത് വെച്ച് വില്ലൻ പറയും, വിളിയാണ് നിന്റെ ദൈവത്തിന്. അവർക്ക് നമ്മൾ കാണിച്ചു കൊടുക്കാം. അപ്പൊ അവിടെ അതാ വരുന്നു. പിന്നെ എന്ത് വേണം? ദാ എത്തിയ അവതാരം. 100 രൂപയുടെ റെയിൻകോട്ട് ഇട്ടാലും അത് ബുള്ളറ്റ് പ്രൂഫ് ആക്കുന്ന ഗാരു. എന്നിട്ട് ചോദിക്കും ആരാണ് ഇതിന്റെയൊക്കെ പിറകിൽ? ഏതായൊക്കെ പയരാണ് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കണം? പേരെന്തരം അവന്റെ പേര് പറയാവന്റെ? അത് മറ്റാരുമല്ല നമ്മുടെ പാർത്ഥിപനാണെന്ന് അറിഞ്ഞ അദ്ദേഹം നേരെ പാർത്ഥിപന്റെ വീട്ടിൽ കയറി ചെന്ന ഡയലോഗ്. ഈ പാർത്ഥിപനാണെങ്കിൽ ഇവനെക്കാളും ഭ്രാന്താണ്. മുഖ്യമന്ത്രി ആകാത്തത് കയ്യിലെ രേഖ മാഞ്ഞു പോയത് കൊണ്ടാണെന്ന് ഒരു ജോത്സ്യൻ ചുമ്മാ പറയും. എണ്ണും പിടക്കോടി ഇല്ലാത്ത ഇങ്ങനെ കയ്യിലെ രേഖ മാഞ്ഞു പോവില്ലേ? ഈ വട്ടനെ കേട്ട മതി കേൾക്കാത്ത അവിടെ നിന്നൊരു തേങ്ങാപ്പൂൾ എടുത്ത് കൈ മുറിച്ചു വെച്ചേക്കണ്. അജാതി വട്ടാണ് ഇങ്ങേരി. പിന്നെ 2 വട്ടന്മാരും കൂടി ചേരും. ഡ്യൂപ്ലിക്കേറ്റ് ഇന്ത്യൻ കഴിവറടാ മോനെ. നിർത്തിക്കോണം, ഇത്തോടെ നിർത്തിക്കോണം. മാണിക്കോണ് പറയണം എന്നും പറഞ്ഞ ആകാശത്തോട്ടൊരു വിണ്ട കൊണ്ടത് അങ്ങനെ ഫോട്ടോയില്. പാർത്ഥിവ് ആ ചില്ല് വരി കാണികളെ കണ്ണിലോട്ട് എറിഞ്ഞു വരും. ഇനി വട്ടനായ പാർത്ഥിപിന് അതിനേക്കാളും വട്ടമുള്ള 2ാമത്തെ മോനുണ്ട്. അവൻ വലിയ ആരാച്ചാരാണെന്ന് പറഞ്ഞ സ്റ്റേഷനിൽ ഒരു ദിവസം കയറി അലമ്പ് കാണിക്കും. അടുപ്പത്തി ഒരു ചായ കുടിച്ചുകൊണ്ടിരുന്ന പവൻകാരുവിന്റെ ഗ്ലാസ് അവൻ തട്ടിയിട്ട് പൊട്ടിക്കും. പൊട്ടിയ ഗ്ലാസിന്റെ ചില്ലൊരെണ്ണം എടുത്ത് ഗാരു അവന്റെ ദേഹത്ത് പിക്കാസോ കളിക്കും. ഞാനിങ്ങനെ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് നടത്തുന്ന പോലെ ഈ 6 അടി 1.5 ഇഞ്ചിൽ സവാരി ഗിരിഗിരി നടത്തും. അവന്റെ ദേഹത്ത് 5-6 വരയും വരച്ചിട്ട് ആരും നിങ്ങൾക്ക് ദേഷ്യം തീരില്ല, ആ സീനാണ് നമുക്ക് വേണ്ടെന്ന് ഡയറക്ടർ. അപ്പൊ അങ്ങനെ അവിടെ കിടന്ന് തിരുവാതിര കളിക്കണം. ആ ലെജൻഡ് ശരവണം വരെ ഇതിനേക്കാൾ നല്ലപോലെ ഇപ്പൊ അഭിനയിക്കും. കക്കൂസി പോയിട്ട് വെള്ളം എല്ലാത്തോണ്ട് കഴുകാതെ വന്ന പോലെ എന്തോന്ന് എക്സ്പ്രഷൻ ഇടാ ഇതൊക്കെ. എന്തോ കളഞ്ഞു പോയിട്ട് തപ്പണ പോലെ. ശേഷം മറ്റൊരു തീവ്രവാദി പിടിക്കാൻ അദ്ദേഹം ചെല്ലുകയാണ്. ഇരിക്കണം അവന. ഇത് ഏതാ വെള്ളിയാഴ്ച പള്ളിയിൽ ജൂമാ കഴിഞ്ഞ് ഇറങ്ങി നിൽക്കണം വിശ്വാസികളല്ലേ മൊത്തം. അവരെ മുമ്പിലോട്ട് ശാഖയിൽ പോയിട്ട് കോവി അടിച്ച് നേരെ വന്ന് നിൽക്കും. ഇതെന്ത് മതവിരോധം? പുള്ളിയുടെ അലൈൻമെന്റ് പൊട്ടിയ അഭിനയം കണ്ടതും തീവ്രവാദികൾക്ക് എല്ലാവർക്കും ട്രോമ അടിക്കും. അതായത് ഒരു 5000 പേര്, മിനിമം ഒരു 2000 പേരെങ്കിലും അവിടെ കാണും. അതിന്റെ ഇടയിൽ നീ കണ്ണാടി വെച്ച മുല്ലാക്കയുടെ കൂട്ടുകാരൻ ഇവൻ തൂക്കാൻ വന്നവനെ അവൻ തൂക്കിക്കൊണ്ട് പോകുന്നു. ജയ് ശ്രീറാം. എന്നിട്ടൊരു തോക്ക് കൊടുത്ത് ഈ 2000 പേരെ നടുക്ക് നിന്ന് നേതാവിന്റെ പള്ളക്ക് ഒരു വെടി. നിങ്ങൾ എല്ലാരും കൂടെ ഒരുമിച്ചൊന്ന് കൈ കൊട്ടി കഴിഞ്ഞാൽ അവൻ ബോധം കെട്ടി വീഴും. ഒരുത്തൻ പോലും ആനം കണ്ടില്ലല്ലേ. 4 പെരുന്നാളിനെ അറക്കാനുള്ള ചതയുണ്ടല്ലോ നിന്റെയൊക്കെ ദേഹത്ത്. ഒരുത്തം മിണ്ടിയില്ലല്ല. ശേഷം അവരോട് ഒട്ടാകായ ഒരു ചോദ്യം, നിങ്ങൾക്ക് നിങ്ങളെ മുതലാളിയെ വേണോ അവിടെ വന്ന ഗസ്റ്റിനെ വേണോ എന്ന്. പാവം തീവ്രവാദി അവന്റെ വീട്ടിൽ കറണ്ട് ബില്ല് എടുക്കാൻ പോലും ഒരുത്തം വരൂല്ലെന്ന്. പിന്നെയാണ് അവന്റെ ഗസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് തള്ളി വെച്ചതാണ്. പുഷ്പം പോലെ നമ്മുടെ പവൻകാരും അവനെ തൂക്കിയെടുത്ത് കൊണ്ടുപോകും. അതെന്താടാ ഇങ്ങനെ കൊണ്ടുപോകണം? അവന്റെ തറയിലിട്ട് വലിച്ചഴച്ച്. ഗാരുവിന് എല്ലാത്തിനും ഒരു പ്രത്യേക സ്റ്റൈലുണ്ട്. പാവത്തിന് വീട്ടിൽ പോയിട്ട് പെണ്ടാട്ടി എടുത്ത് പോലും പറയാൻ പറ്റില്ല എന്നെ എങ്ങനെയാണ് പിടിച്ചോണ്ട് പോയെന്ന്. ടോട്ടൽ ഹ്യൂമിലിയേഷൻ. എല്ലാം കഴിഞ്ഞ് ഇതിനകത്തൊരു റാൻഡം ഷിറ്റ് ഉണ്ട്. കോഫി ഷോപ്പിൽ ചായ കുടിക്കുന്ന ഗാരു പുറകിൽ 2 പേര് സംസാരിക്കുന്നത് കേൾക്കും. അവര് ഭാരത് മാതാക്ക് ചെയ്യുന്ന പറയൂലത്രേ. അത് കേട്ട പാട്രിയോട്ട് ഗാരു ചാടി എണീക്കും. ഓ ഷിറ്റ് ഗൈസ്, സോറി. ഭാരത് മാതാ കി ജയ്. ഭാരത് മാതാ കി ജയ്. ഇനി ഇതിൽ 2ാമത്തെ നായികയായിട്ട് ശ്രീലീലയുണ്ട്. ലീലയുടെ ഫ്ലാറ്റിലേക്ക് ഒരു വില്ലൻ കയറി വരും. വില്ലന്റെ പേര് ശിവകാശി. ഒരുത്തൻ ശിവൻ, വേറൊരുത്തൻ കാശി. അങ്ങനെ 2 പേരുണ്ട്. അവനെ പിടിക്കാൻ നായകൻ വരും. ഈ ഫ്ലാറ്റിൽ കയറിയ വില്ലനെ ശ്രീലീല കാണിച്ചു കൊടുക്കും. ഗാരു അവനെ വെടിവെച്ച് കൊല്ലും. പിന്നെ ഇവളൊരു റേഡിയോ ജാക്കിയാണ്. ഇടംകാൽ കൊണ്ടൊരു മഴവിൽ കിക്ക്.
ഫാബിയസ് ബാർട്ടസ് എന്ന ഗോളി ഒരു എന്തിനുണ്ടെ നീ ഇങ്ങനെ ഓവറായിട്ട് എക്സ്പ്രഷൻ ഇടണ? ഇതിന് ഇത്രയും ക്യൂട്ട്നെസ് റേഡിയോയിലെ ശബ്ദം മാത്രമേ കേൾക്കൂ. ഈ മൊണ്ണ എന്ത് ചെയ്യുന്നു? ഫ്ലാറ്റ് കയറിയ വില്ലനെ പിടിച്ചത് ഇവളെ കഴിവുണ്ടാണെന്ന് പറഞ്ഞ് ഇവളങ്ങ് തള്ളും. അത് റേഡിയോ കൂടെ വിളിച്ചു പറയും. ഇവളെ നമ്പർ വെക്കും, മറ്റേ കാശ് ഇവളെ വിളിക്കും. എന്നിട്ട് ഇന്നൊക്കെ 14 നാൾ നിന്റെ ശവം അവ എടുക്കുന്നു. ഈ വിവരം അവള് ഗാരുവിനോട് പറയും. ഗാരു ഇവക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കും. എന്നിട്ട് ഒരു കവലയുടെ നടുക്ക് ഇവളെ ചേസ് ചെയ്ത് വന്ന വില്ലനെ ഗാരു അണ്ടർ കവർ ടീംസും കൂടി ചേർന്ന് പിടിക്കും. ഒരു കയ്യിൽ ചോറ്റുപത്രവും മറുകയിൽ തോക്കും വെച്ച് ഗാരു വരിക. ചോറ്റുപത്രം അല്ലേ അത്? ഓക്കെ സോറി ഗേസ്, അത് ടേപ്പ് റെക്കോർഡർ ആയിരുന്നേ. അവന്റെ മരണം. പിന്നെ അറിയല്ലോ, പ്രായം നോക്കണ്ട, നീ കയറി പ്രേമിച്ചോടി. ഇങ്ങനെ ഒരു ഹിനിക്കം മൊണ്ണനെ പിന്നെ കിട്ടിയില്ലെങ്കിലോ? ഇവര് ജപ്പാനിൽ ജയിക്കണമായിരുന്നു. അതാണ് ഈ ഓൾഡ് പീപ്പിൾ ഫെറ്റിഷ് ഒക്കെ ഉള്ളത്. ഇവിടെ അത് വരുന്നുണ്ട് കൂടുതലായിട്ട്. ഇനി ഇവിടെ റേപ്പ് സീൻ ഉണ്ട്. ശ്രീലീലയാണെന്നും പറഞ്ഞ് വില്ലൻ വരെ ശ്രീലീലയുടെ കൂട്ടുകാരിനെ പൊക്കിക്കൊണ്ട് പോകും. എന്നിട്ട് അവളെ ബ്രൂട്ടലി റേപ്പ് ചെയ്യുന്നേ. അപ്പൊ ഡയറക്ടർ പറയും, സാർ ഇതൊരു ക്ലോസ് ഷോട്ട് ആണ്, ടൈറ്റ് ലുക്കിൽ ക്യാമറ വെച്ച് സാറിന്റെ ഫേസിൽ ഫോക്കസ് ചെയ്ത് സാർ സങ്കടം ഭയങ്കര ഫീൽ ചെയ്ത് സങ്കടപ്പെടണം എന്ന് പറയും. അപ്പൊ ഗാരു കണ്ണില് ഗ്ലിസറിൻ തേച്ചിട്ട് വെള്ളം കുടിക്കാതെ ഒരു ബണ്ണെടുത്ത് വിഴുങ്ങും. അത് തൊണ്ടേ കുരുങ്ങി അമങ്ങാതെ ഇരിക്കുന്ന പോലത്തെ എക്സ്പ്രഷൻ. എടാ റേപ്പ് ചെയ്യപ്പെട്ട പെങ്ങളെ നോക്കി ഇങ്ങനെ കാണിക്കുന്നതാണാ ദുഃഖം. ഈ അലൈൻമെന്റ് തെറ്റിയ അഭിനയം കണ്ട് ലിംഗന്മാര് വരെ മലയാളത്തിൽ തെറി പറഞ്ഞെന്ന്. ഇനി ഈ ബ്രൂട്ടാലിറ്റി ചെയ്തത് നമ്മുടെ പാർത്ഥിബന്റെ മൂത്ത മോനാണ്. അവനെ പിടിക്കാൻ വേണ്ടി അവിടെ ചെല്ലുമ്പോ സസ്പെൻഷൻ ഓർഡർ അടിച്ച് കൈ കൊടുക്കും. ദേഷ്യം വന്ന ഗാരു അവിടെ ആപ്പിൾ കട്ട് ചെയ്യാൻ വെച്ചിരുന്ന കത്തി എടുത്ത് മോന്റെ കൊരവള്ളിക്ക് ഒരു കുത്ത്. ഇനിയാണ് എന്റെ ഷോ. ശേഷം ആ പാപം തീർക്കാൻ നേരെ പോയി ഗംഗയെ കുളിച്ച് ഒരു കറുത്ത കോട്ട് വിട്ട് ഗാരുവിന്റെ 2 ഡാൻസ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കാണുന്നത് ഗാരുവിന്റെ ശ്രീലീലയുടെ കല്യാണം. അവിടെയാണ് നമ്മുടെ മുഖ്യമന്ത്രി വരുന്നത്. അപ്പോഴാണ് ആദ്യം കണ്ട ആ വെടി പൊട്ടുന്നതും. ബട്ട് ഇവിടെയാണ് നമ്മൾ ദൈവമുണ്ടെന്ന് അറിയുന്നത്. ചൈൽഡ് മാരേജ് ദൈവം അവിടെ തടയും. ദൈവമുണ്ട്. സൈക്കിൾ പ്യൂർ അഗർബത്തികൾ. തീവ്രവാദികൾ വന്ന് അവളെ വെടിവെച്ച് കൊല്ലും. ഭാര്യ മരിച്ച് ഉച്ചി നിൽക്കുമ്പോ ആ സങ്കടത്തിൽ ഗാരു ഗാരുങ്ങൾ കാണിക്കണം. നമ്മൾ ഉദ്ദേശിച്ച മെനു ആയിരിക്കില്ലല്ലേ ഈ മെനു, വേറെ എന്തെങ്കിലും ആയിരിക്കും അത്. സോ ഇപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം ക്ലിയർ ആയില്ലേ? ഇതിന്റെ വാശിക്കാണ് ഗാരു സ്വയം പിടികൊടുത്ത് തീവ്രവാദികളെല്ലാം ഇവിടെ എത്തിച്ച് പാർത്ഥിബനെ കൊല്ലാനുള്ള പ്ലാനൊക്കെ ഇട്ടത്. പിന്നെ ഗാരു ഒറ്റയ്ക്ക് ഇസ്രായേലിന്റെ അയൺ ഡോം പോലെ എല്ലാത്തിനെയും ഒറ്റയ്ക്ക് പ്രതിരോധിക്കും. തീവ്രവാദികൾ എല്ലാത്തിനെയും വെടിവെച്ച് കൊല്ലും. പലരെയും തല മീശ ഉൾപ്പെടെ വെട്ടിയെടുക്കും. ഇവന്റെ നെറ്റിൽ സിന്ദൂർ ഇട്ട് കൊടുക്കും. ഇയാൾ ഇത് തന്നെയല്ലേ ആ ഓജിയിലും കാണിച്ചത്, കിഴങ്ങൻ. പിന്നെ നമ്മുടെ പാർത്ഥിബന് കുറച്ച് സയനൈഡ് തിന്നാൻ കൊടുത്ത് അങ്ങേരെ മെന്റലി ടോർച്ചർ ചെയ്ത് അങ്ങേരും ചാവും. ഏത് തെറിയെന്ന് തൂക്കിയത്. അങ്ങനെ പടം കഴിഞ്ഞ്. പറയുക, എന്താണ് നിങ്ങൾക്ക് ഈ സിനിമയെ പറ്റിയുള്ള അഭിപ്രായം? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അപ്പൊ ശരി, കൂടുതലൊന്നും പറയാനില്ല, നമ്മൾ ഇനിയും കാണും. Thanks. Love you.